ഹലോ, ഇന്ന് വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ അതുണ്ടെങ്കിൽ പോയി വാങ്ങാനുള്ളൊരു മഴ ആയതുകൊണ്ട് പോയി വാങ്ങാനും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോയിട്ടുണ്ടല്ലോ, മൈദയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും കോഴിമുട്ടയൊക്കെ നല്ല ഫ്ലഫി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മൈദയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റും ഏത് കേക്ക് ഉണ്ടാക്കാന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് കേട്ടോ ബേസ്. അപ്പോൾ ഇത് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളാണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ മുൻപ് കൊറോണൻ്റെ ടൈമിലൊക്കെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 ഓർഡേഴ്സൊക്കെ കിട്ടി. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് എടുക്കേണ്ട ഒരു പണിയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇഷ്ടം പോലെ പാത്രം ഉണ്ടാവും കഴുകാൻ. പിന്നെ അത് ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം നിന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ വീട്ടിലെ ജോലിയും എല്ലാം കൂടിയായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പിന്നെ ഞാനത് അവിടെ നിർത്തിയിട്ടോ, സ്റ്റോപ്പ് ചെയ്ത്. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് നല്ല ഡബിൾ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്ക് മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടാവാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കൽ. പിന്നെ ഇനിയിപ്പോൾ മക്കളെ ബർത്ത്ഡേ ഒക്കെ എല്ലാത്തിനും നമ്മൾ പുറത്തുനിന്നൊന്നും കേക്ക് വാങ്ങിക്കാറില്ല, എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കാറാണ് ചെയ്യൽ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് കേക്ക് ഒന്ന് കഴിക്കണമെന്നൊരു പൂതി തോന്നുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിപ്പോൾ ഞാൻ ക്രീമൊന്നും വെക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു മാർബിൾ കേക്ക് മാതിരി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ സാധനങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നൊരു പണി കിട്ടും. പക്ഷേ എവിടെ നിന്നും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഒരൊറ്റ ഗ്ലാസ് മതി കേട്ടോ ഇതിന് അളവായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന ആ ഒരു ലെവലിൽ എത്ര മുട്ടാണോ പൊട്ടിച്ചൊഴിക്കുന്നത് ആ ഒരു ലെവലിലാണ് നമ്മൾ മൈദയും പഞ്ചസാരയും ഒക്കെ എല്ലാം എടുക്കുന്നത്. അപ്പോൾ അതവിടെ സെറ്റ് ആകുമ്പോഴേക്കും ഞാനിവിടെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാദാ കുറുവരീൻ്റെ ചോറുമാണ്. അപ്പോൾ ഈ ഒരു 2 ഐറ്റം തന്നെയുള്ളൂ ഇന്ന്. പിന്നെ ബാക്കി കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രങ്ങളാണല്ലോ, കാരണം അധികം വെക്കാനും കഴിയില്ല, പഞ്ചസാരയുള്ളതായിട്ട് അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും. അപ്പോൾ ഞാൻ അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം അപ്പോഴാണ് ഒരു 2 കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നൊരു വാൾപേപ്പറും പിന്നെ ഒരു ടോപ്പും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി കിച്ചണിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വാൾപേപ്പർ ഒട്ടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണം കേട്ടോ. കാരണം വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഒട്ടിച്ച് തീർക്കുക വെച്ചാൽ അതൊന്നും കഴിയില്ല. അപ്പോൾ അത് ഒട്ടിച്ചപ്പോൾ ലേശം വൃത്തികേടായിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ബ്ലാക്കാണ് കളറ്. പിന്നെ 260 അങ്ങനെ എന്തോ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നല്ല ഒരു പ്യുവർ കോട്ടൺ അല്ല, പക്ഷെ എന്നാലും നല്ല അടിപൊളി ക്ലോത്താണ്. അപ്പോൾ അത് നമ്മളെ മാർബിൾ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്നെല്ലാം കഴിച്ച് തീരലായിരിക്കും സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ.